ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ 5 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. ഇപ്പം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിമിന് ഇതാ പനി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഒരു സന്ധ്യ ആയപ്പോഴത്തേനും പനിയുടെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ അവൻ്റെ മെഡിസിൻസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നമ്മുടെ റിയാൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, അംഗനവാടി തന്നെ ഉള്ളതാണ്. റിയാൻ്റെ മമ്മി എൻ്റെ ഫ്രണ്ടാണ്, റിൻസി എന്നാണ് പേര്. അപ്പം ഞാൻ റിൻസിയെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവളുടെ അടുത്ത് അവൻ്റെ മെഡിസിനും തീരാനായിട്ടിരിക്കുവാണ്. അപ്പോൾ ഉള്ളത് എനിക്ക് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കൊണ്ടുവന്ന് ആലിമിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രി തിരിഞ്ഞു പറഞ്ഞൊക്കെ കിടപ്പായിരുന്നു കേട്ടോ. പനി കാര്യമായിട്ടൊന്നുമില്ല, പറയത്തക്ക പനിയൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ. എങ്കിലും അംഗനവാടിയിൽ വിടണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അടുത്തിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാവില്ലേ. പിന്നെ ഇപ്പോൾ തിങ്കളാഴ്ച തുടങ്ങി വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലത്തെ ട്യൂഷനൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇവന് വയ്യാണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇവൻ സമ്മതിക്കില്ല ട്യൂഷൻ എടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ വന്ന കുട്ടികൾക്കും ബുദ്ധിമുട്ടാണല്ലോ, അവരുടെ ഉറക്കം കളഞ്ഞ് വന്നതല്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനും എഴുന്നേറ്റപ്പോൾ 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ചോറ് വെച്ചിട്ടില്ല കേട്ടോ. ആഹിലിന് ഇതാ ദോശ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തുന്ന ദോശ തന്നെ ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കിടന്നത് കേട്ടോ. എന്ന് വെച്ചാൽ മുട്ടയിൽ കുറച്ച് കുരുമുളകൊക്കെ ചേർത്തിട്ട് ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സവാളയും തക്കാളിയും ക്യാരറ്റൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ദോശയാണ്. പിന്നെ അതിൻ്റെ മേളിൽ കുറച്ച് ഗീയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആഹിലിനെ ഇത് രാവിലെ കഴിക്കാനും പിന്നെ കൊണ്ടുപോകാനും ഇത് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ജോലിയൊന്നും നടക്കില്ലല്ലോ. സാറ്റർഡേ സൺഡേ ഒക്കെ എൻ്റെ പൊതുവെ ഇങ്ങനെയാണ്, എപ്പോഴും വൈകിയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്, പക്ഷെ അവന് വയ്യാത്തതുകൊണ്ടാണ് എല്ലാം വൈകിയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു പണി നടക്കില്ല. പ്രത്യേകിച്ച് പനിയാണെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് എൻ്റെ ജോലിയൊക്കെ സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വെയിൽ കാണുന്നുണ്ട്. ഞാൻ പുറത്ത് മുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മഴക്കാലമായത് കാരണം എപ്പോഴാണ് വെയിലൊന്നും നോക്കിയിരുന്ന് ചെയ്യേണ്ട ജോലിയാണ് ഈ മുളക് വെയിലത്തിടൽ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വെയിൽ കാണുന്നുണ്ട്. കൈയോടെ എന്നാൽ അത് അങ്ങോട്ട് കഴുകിയിട്ട് വെയിലത്ത് കൊണ്ടുപോയി ഇടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നില്ലേ. അതിൽ മണ്ണുണ്ട് കേട്ടോ. അത് നമ്മൾ കഴുകുമ്പോഴാണ് ശരിക്കും അത് മനസ്സിലാക്കുന്നത്. ഒരു 2 വട്ടം ഞാൻ കഴുകും കേട്ടോ. ആദ്യം ഈ ഒരു പാത്രത്തിൽ വെച്ച് കഴുകും, പിന്നെ വേറൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതും ഒന്ന് കഴുകിയിട്ട് ഇതാ നെറ്റിൻ്റെ കൊട്ടയിലിട്ടൊന്ന് വെള്ളം മാറ്റിയതിന് ശേഷം വെയിലത്തോടെ ഇടും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ 2 ടൈപ്പ് മുളകുണ്ട് കേട്ടോ. കാശ്മീരി മുളകും ഉണ്ട്, സാധാ മുളകും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ പൊടിപ്പിക്കാനായിട്ട് കൊടുക്കുന്നത്. ഇടയ്ക്ക് ഞാൻ വീട്ടിൽ തന്നെ ചതച്ച് വെക്കും. പൊടിക്കണത് പുറത്ത് കൊണ്ടുപോയിട്ടാണ് കേട്ടോ പൊടിക്കുന്നത്. അപ്പോൾ കളറും കിട്ടും, എരിവും കിട്ടും, രണ്ടും കിട്ടുമല്ലോ. ഇതാ കഴുകി വന്നപ്പോൾ ഇതിൻ്റെ അടിയിൽ മണ്ണ് കിടക്കുന്നുണ്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി എടുക്കണം. നന്നായിട്ട് വെള്ളം കുതിരാനും പാടില്ലല്ലോ. ഒന്നാമത്തിൽ മഴക്കാലം ഇത് ഉണങ്ങി കിട്ടണമെങ്കിൽ നല്ല പാടാണ്. മുളക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെയിലത്തിടാനായിട്ട് ഞാൻ ഇതേപോലെ വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് കൊണ്ടുപോയി വിരിച്ചിട്ട് കൊടുക്കുന്നത്. എൻ്റെ കഷ്ടകാലമാണോന്ന് അറിയില്ല. വെയിലത്ത് കൊണ്ടുപോയി ഇടാമെന്ന് വിരിച്ച് ചെന്നപ്പോഴത്തേനും എന്താ മഴക്കാറ് കാണുന്നുണ്ട്. ആ വെയിലൊക്കെ എങ്ങോട്ടാണ് പോയെന്നറിയില്ല. പിന്നെ ഞാൻ തന്നെ അവിടെ തന്നെ ഇട്ടു. എന്തായാലും അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. മഴയാണെങ്കിൽ മാറ്റാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അതെന്തായാലും അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ അകത്തേക്ക് വന്ന് ബാക്കിയുള്ള ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ആലിമത ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ റിൻസി എനിക്ക് മെഡിസിൻ കൊണ്ടുത്തന്നായിരുന്നു. അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുവാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴത്തേനും മഴ പൊടിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അത് വേഗം ഇതൊക്കെ എടുത്ത് മാറ്റി ഈ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പുറത്ത് നിന്നോട്ട് ചാറ്റൽ മഴയായിരുന്നു. പുറത്ത് നിന്നോട്ട് ചെടികളുടെ കാര്യങ്ങൾ നോക്കി കേട്ടോ. എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ചെയ്യും കേട്ടോ. ഈ പറഞ്ഞ മാതിരി പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യലുണ്ടാവില്ല. ചെയ്ത് തുടങ്ങിയാൽ തന്നെ അത് കംപ്ലീറ്റ് ആവുന്നവരെ ചെയ്യുകയും ചെയ്യും കേട്ടോ. അതേപോലെ ആ ചെടികളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. കുറേ കൊമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതേപോലെ ചില ജോലികളൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഓർക്കുക അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഇതും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോയുടെ കാര്യം തന്നെ ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ആകെ തിക്കായിട്ട് ചെടികൾ നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലമാണല്ലോ, എന്തെങ്കിലും കയറി ഇരുന്നാൽ പോലും നമ്മളറിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം അത്യാവശ്യം വെയിൽ തെളിഞ്ഞു വന്നപ്പോൾ പിന്നെയും എടുത്തത് ആ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു സൈഡും കൂടി ക്ലീൻ ചെയ്യാനുണ്ട്. ഇതിപ്പോൾ പിന്നെ എങ്ങാനും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. എല്ലാം കൂടി ഒറ്റയടിക്ക് എന്തായാലും നടക്കില്ല. ഇതിപ്പോൾ ഒരു തോന്നലിൻ്റെ പുറത്ത് ആ ഫ്രണ്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുത്താണ്. പിന്നെ ഇതാ ഹോളൊക്കെ ഒന്ന് വേഗം ഒന്ന് അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. തുടക്കലൊന്നും നടന്നില്ല, വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ആലിമ പനിയാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, അവൻ്റെ വണ്ടി ഓടിച്ച് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് പനിയൊന്നുമില്ല. ഞാൻ പിന്നെ അവനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്താണ്. അപ്പോൾ ആലിമിന് കഞ്ഞിയാണേ കൊടുക്കുന്നത്. കഞ്ഞിക്ക് ഇതായിട്ടിട്ടുണ്ട് കേട്ടോ.
ഇതിപ്പോൾ അടുത്ത വീട്ടിലെ ചക്ക കിട്ടിയതാണ്. കിട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞോട്ടോ, പഴുക്കാനായിട്ട് വെച്ചതാണ്. അപ്പോൾ ഇന്നലെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആഹിൽ അപ്പം തുടങ്ങി പറയുന്നുണ്ട് ചക്ക പഴുത്തിട്ടുണ്ട്, മുറിക്കുന്നു. ഇതാ മുറിച്ച് നോക്കിയപ്പോൾ ഓക്കെ, പച്ചച്ചക്കയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് കട്ട് ചെയ്ത് കറിക്കായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ആലിമിന് കഞ്ഞിക്കായിട്ട് മുട്ട വറുക്കുന്നുണ്ടേ. ഇതിപ്പോൾ സമയം ഏകദേശം ഒരു 3:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആലിമിനെ കിടത്തി ഉറക്കിയായിരുന്നു, പനിയുണ്ടല്ലോ. പിന്നെ അംഗനവാടിയിൽ ഈ ഒരു സമയത്തൊക്കെ കിടന്ന് ഉറങ്ങുന്നതാണല്ലോ. പിന്നെ ഞാൻ വേഗം എണീറ്റ് വന്നിട്ട് ഇതാ ചക്ക ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നന്നാക്കി കൈയോടെ ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് കറിയോ തോരൻ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. എനിക്ക് നല്ല മടിയുള്ള പരിപാടിയാണ് ഈ ചെയ്യുന്നത്. കയ്യിലും കത്തിയിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പറ്റിയിട്ടാണ് ഈ നിൽക്കുന്നത്. പിന്നെ നല്ല പച്ചച്ചക്കയായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല, നമുക്കിങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് ഹാർഡായിരുന്നു. അപ്പോൾ ഞാൻ ചായക്ക് വെച്ചിട്ടില്ല കേട്ടോ. സാധാരണ രീതിയിൽ 4 മണിയാകുമ്പോഴേക്കും ചായക്ക് വെക്കുന്നതാണ്. 4:00 കുട്ടികൾ ട്യൂഷനും വരുമല്ലോ, അപ്പോൾ അതിനുമുമ്പ് ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിയുന്നതാണ് കേട്ടോ. ആ ഒരു സമയത്ത് നിന്നിട്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഇത്രയും നന്നാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി വീട്ടിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിലും ഇതേപോലെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലും ചക്കയൊന്നും ഇല്ല കേട്ടോ, ഇതേപോലെ എവിടെന്നെങ്കിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒരു കവറിലേക്കാക്കി മാറ്റി വെക്കട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ. റെഗുലറായിട്ട് തലയിൽ പുരട്ടുന്ന ഒരു ഓയിൽ ഉണ്ടാക്കാനാണ് കേട്ടോ. അത് ഞാൻ മെയിൻലി ഉണ്ടാക്കുന്നത് കറ്റാർവാഴയും വേപ്പിലയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. മുമ്പ് ഞാൻ ഒന്നല്ലെങ്കിൽ കറ്റാർവാഴ മാത്രമായിട്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ വേപ്പില മാത്രമായിട്ട്. ഇതിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. കൂടെ 3-4 കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. 3-4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിന്നിവിടെ കറ്റാർവാഴ എവിടെ നോക്കിയാലും കറ്റാർവാഴയാണ് കേട്ടോ. വീട് നിറച്ച് കറ്റാർവാഴയാണ്. പോട്ടിൽ തന്നെയാണ് കേട്ടോ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ മേലൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിലോ ഒക്കെ ഇതൊന്ന് ജസ്റ്റ് ഇതും കൊണ്ടൊന്ന് എന്തോ പെട്ടെന്ന് മാറും കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ പുരട്ടുമ്പോഴത്തേനും. എനിക്കപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കറ്റാർവാഴ. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഫേസിലൊക്കെ എടുത്ത് പറ്റാറുണ്ട്, ഇടയ്ക്ക് മുടിയിൽ പറ്റാറുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് എല്ലായിടത്തും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെറുതെ കട്ട് ചെയ്തിട്ടാലും മതി. ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു സത്തൊക്കെ കറക്റ്റ് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങിക്കോളുമല്ലോ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഒരു 4:20 ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ജോലി ഞാൻ തുടങ്ങിയപ്പോൾ ചക്കയുടെ പുറകിലിരുന്ന് കുറച്ച് സമയം എൻ്റെ പോയിട്ടുണ്ട്. ഇപ്പം തന്നെ കുട്ടികൾ വരെയും ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ട്യൂഷൻ കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയായിരുന്നോ എന്ന് ഇരുന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ കുട്ടികളെല്ലാവരും എത്തി. പിന്നെ എനിക്ക് അധികം നിൽക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പോയട്ടോ. പിന്നെ ഇതിപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ടുള്ള സമയമാണേ. അപ്പോൾ നന്നായിട്ട് തിളച്ചതാ ഈ ഒരു പരുവത്തിൽ വരും കേട്ടോ. ഏകദേശം ഒരു എന്താ പറയുക, ഒരു കറുത്ത കളറ് നമുക്കിങ്ങനെ കരിവേപ്പിലേക്ക് എടുത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകില്ലേ, ആ ഒരു സ്റ്റേജ് ഇവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നോക്കി, ഓയിലൊക്കെ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി ഒന്ന് വേറൊരു ബോട്ടിലോട്ടാക്കി മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഡെയിലി ഒന്നും പുരട്ടാറില്ല കേട്ടോ, ഒരു 5 ദിവസം കൂടുമ്പോഴേക്കൊന്ന് പറ്റാറുള്ളൂ. അപ്പോൾ ഇതൊന്നെടുത്ത് മാറ്റി വെക്കണം. ഇന്നിപ്പോൾ എന്തുണ്ടാക്കും രാത്രി എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഐറൺ വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ കണ്ടത്. ഒരു ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബ്രെഡിൻ്റെ ഒരു റെസിപ്പി. ഇങ്ങനെ ഒരിടക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ബ്രെഡിൻ്റെ ഉള്ളിലും ഇതേപോലെ നമ്മൾ മുട്ടയൊക്കെ ചിക്കി അങ്ങനെ വെച്ചിട്ടും ചെയ്യാറുണ്ട്, ഇതും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ മറന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രെഡും ഇരിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ കയ്യോടെ തന്നെ അതങ്ങോട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു ബ്രെഡും. അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് സവാള, തക്കാളി, ക്യാരറ്റ്, പിന്നെ കുറച്ച് ക്യാബേജും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നെയ്യിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. നെയ്യ് ചേർത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് മുറിച്ച് വെച്ചിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഇത്തിരിയും കൂടി നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ബ്രെഡൊക്കെ നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ കുറേ നാളായിട്ട് ഇതങ്ങനെ ഉണ്ടാക്കാറുണ്ടായില്ല. താങ്ക് യു ഐറൺ വേൾഡ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തതിന്. ആലിമിന് കഞ്ഞിയും പപ്പടവും ആട്ടോ കൊടുത്തത്. ഇത്ര തന്നെ ഉള്ളോട്ടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.